നമുക്കിന്നൊരു എലൈൻ ചുരിദാർ ടോപ്പിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ കണ്ടു നോക്കാം. ആദ്യം തന്നെ ഷോൾഡർ അടയാളപ്പെടുത്താം. ഷോൾഡർ ഇവിടെ 6 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. 6 ഇഞ്ച് തന്നെയാണ് ആംഹോളും അടയാളപ്പെടുത്തിയെടുക്കുന്നത്. ഇനി ഇതുപോലെ ആംഹോൾ വരച്ചെടുത്ത ലൈനില്ലേ അതിൻ്റെ പകുതി ഒന്ന് കണ്ടു നോക്കാം. ഇനി ആംഹോൾ കർവ് വെച്ച് ആംഹോളിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചെടുക്കാം. ഇനി നമുക്ക് ചെസ്റ്റാണ് അടയാളപ്പെടുത്തേണ്ടത്. ചെസ്റ്റിൻ്റെ നല്ലൊരു ഭാഗമാണ് ഇവിടെ അടയാളപ്പെടുത്തുന്നത്. ചെസ്റ്റ് നമുക്ക് 34 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കിലെ നെക്കൊന്ന് വരച്ചെടുക്കാം. നെക്കിന്റെ വീതി ഇവിടെ 2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഫ്രണ്ടിലെ നെക്കിനെ ക്യാൻവാസ് വെച്ച് തയ്ക്കുന്നത് കാരണം ഈ സമയത്ത് വെട്ടുന്നില്ല. വേസ്റ്റിന്റെ വിഡ്ത്ത് വരുന്നത് 30 ഇഞ്ചാണ്. അതിന്റെ നല്ലൊരു ഭാഗം 7.5 ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത്. അതിന്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ടെക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഹിപ്പിന്റെ ഇറക്കവും വീതിയാണ് വേണ്ടത്. ഹിപ്പിന്റെ ഇറക്കം ഇവിടെ 20 ഇഞ്ചിലാണ് അടയാളപ്പെടുത്തുന്നത്. ഹിപ്പിന്റെ ഭാഗത്തെ വീതി വരുന്നത് 38 ഇഞ്ചാണ്. അതിന്റെ നല്ലൊരു ഭാഗം നമുക്ക് 9.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. ബോട്ടം വിഡ്ത്ത് ഇവിടെ 62 ഇഞ്ചാണ് വരുന്നത്. അതിന്റെ നല്ലൊരു ഭാഗം കാണാം 15.5 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അതിന്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസ് കൂടെ ചേർത്ത് കൊടുത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. തയ്ച്ച് കഴിയുമ്പോൾ സൈഡ് ഭാഗമൊക്കെ തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടി സൈഡിൽ നിന്നൊരു 1.5 ഇഞ്ച് കയറ്റി അടയാളപ്പെടുത്തി ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചെടുക്കാം.